അല്ല സാറേ, ഞങ്ങൾക്കറിയില്ല മെട്രോന് അവിടെ സ്ഥലമുണ്ട്. ഷോപ്പൊക്കെ കൂടി പറഞ്ഞാണ് അത് തുടങ്ങി. നമ്മളെ ഈ നിലയിലാക്കിയത് അല്ലേ? അപ്പൊ നിങ്ങൾ കാശ് തിരിച്ചു കൊടുക്കാത്തെന്താ? സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, ലീസിന് എടുത്തിട്ട്. സാറേ, അവിടെ തരിശായിട്ട് കിടന്നായിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞ് അവിടെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. അത് ജില്ലാ കൃഷിഭവന്റെ എവിടെയത്? മെട്രോന്റെ സ്ഥലത്തില്ലേ, PW റെസ്റ്റ്. ഓ, അവിടെ. ആ, അത് 3.5 ഏക്കർ ഉണ്ടായിരുന്നു. എന്ത് കൃഷി ചെയ്തേ? വാഴകൃഷിയും പച്ചക്കറിയൊക്കെ ചെയ്തു. വിളവെട്ടിയോ? സാറേ, ആദ്യ വർഷം തന്നെ അത് ഈ അപ്പൊ നിങ്ങൾ കാശ് തിരിച്ചു കൊടുക്കാത്തെന്താ? അല്ല സാറേ, എഗ്രിമെന്റിൽ ഒരു പെശക് വന്നു. അത് ലാഭത്തിന്റെ, ഞങ്ങളോട് പറഞ്ഞ ലാഭത്തിന്റെ 20% കൊടുത്തു മതി എന്നാണ് പറഞ്ഞത്. എഗ്രിമെന്റിന്റെ കോപ്പി ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് അഗ്രികൾച്ചർ ഓഫീസറൊക്കെയാണ് ഇത് തയ്യാറാക്കിയത്. പക്ഷെ ഇപ്പൊ എന്താണ്, ഞങ്ങൾക്കിപ്പോ ആദ്യ വർഷം തന്നെ 2.5 ലക്ഷം രൂപ അടുത്ത ചെലവ് വന്നിരുന്നു. 2.25 ലക്ഷം രൂപ ഞങ്ങൾക്ക്. അതിന് 25% അവർക്ക് പാട്ടവും കൊടുക്കണം, GST ഉൾപ്പെടെ 25% പാട്ടം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് KMRL കത്ത് കിട്ടി. നിങ്ങൾ എഗ്രിമെന്റ് വയ്ക്കുമ്പോ നിങ്ങൾ നോക്കണ്ടേ? 25% ഓഫ് ഗ്രോസ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റിലുണ്ട്. ഗ്രോസ് റവന്യൂ ആണ്. ഗ്രോസ് റവന്യൂ എങ്ങനെ എഗ്രിമെന്റ് കൊടുക്കേണ്ടത്? ബാങ്കിൽ ലോൺ ഉണ്ട് 1 ലക്ഷം രൂപ. കളക്ടറെ ഏൽപ്പിക്കാം, എല്ലാ കക്ഷികളെയും വിളിച്ചൊരു മീറ്റിംഗ്. കളക്ടർ ഒരു യോഗം വിളിക്കട്ടെ. മെട്രോ ഇല്ലല്ലോ. എഗ്രിമെന്റ് പുതുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ ഫീ വേവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പക്ഷെ അതിനകത്തെല്ലാം ഒരു ലെറ്ററിൽ മാത്രം അവർ പല ഗഡുക്കളായിട്ട് കൊടുക്കണം. ഫസ്റ്റ് ഗഡു കൊടുക്കുവാണെങ്കിൽ എഗ്രിമെന്റ് റിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ 36,000 5 times അത് കാശ് കൊടുത്താൽ എഗ്രിമെന്റ് പുതുക്കി കൊടുക്കാൻ നമ്മൾ എഴുതുന്നത്. നിലവിൽ ആ സ്ഥലം അവരിപ്പം കൊടുത്തിട്ടില്ല. ഇവര് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതെല്ലാം ഡാമേജ് ആയി, അതെല്ലാം എടുത്ത് മാറ്റി. ഡ്രൗട്ടൊക്കെ വന്നപ്പോഴത്തേക്കും വാഴയോളം പോയിട്ടുണ്ട് ഡ്രൗട്ടായിട്ട്. അപ്പൊ എഗ്രിമെന്റ് പുതുക്കാത്തതുകൊണ്ട് അവർക്കത് നമുക്ക് എക്സ്പോർട്ടിലും ഇൻഷുറൻസിന് അപേക്ഷിക്കാൻ പറ്റിയില്ല. അതിലിപ്പോ 1.25 ലക്ഷം രൂപ അടുത്ത് ഞങ്ങൾക്ക് ആദ്യ വർഷം തന്നെ ഞങ്ങൾക്ക് നഷ്ടം വരും. ഗ്രൗണ്ട്, ഫീൽഡ് ഒരുക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇറിഗേഷന്റെ പൈപ്പ്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആദ്യ വർഷം തന്നെ 2.5 ലക്ഷം രൂപ ചെലവ് വന്നു. അതിൽ നിന്ന് കിട്ടിയത് 1.25 ലക്ഷം രൂപ താഴെയാണ് കിട്ടിയത്. അതിനാണ് GST 18% കൊടുക്കണം. ഗ്രോസ് റവന്യൂ എന്നുള്ളത് ഗ്രോസ് ലാഭം ആയിരിക്കും. ലാഭം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് സാറേ, ഞങ്ങൾ അവിടെ കൃഷി ചെയ്യും, ഇത്ര നഷ്ടപ്പെട്ട് ആരെയും കൃഷി ചെയ്യാൻ ആരാ എഗ്രിമെന്റ് ഒപ്പുവെച്ചേക്കണേ? നിങ്ങൾ ഒപ്പുവെച്ചോ? നിങ്ങൾ ഒപ്പുവെച്ചോ? ഹരിതാലയം വനിതാ ഗ്രൂപ്പിന്റെ പേരിലാണ് സാർ ചെയ്യണത്. അതിൽ 6 ലേഡീസും ഉണ്ട്. KMRL നിങ്ങള് കക്ഷിയല്ലേ? കൃഷി വകുപ്പ് കക്ഷിയല്ലേ? ബാക്കി സഹായങ്ങൾ ചെയ്യണുള്ളൂ. സാറേ, ഞങ്ങൾക്കറിയില്ല മെട്രോന് അവിടെ സ്ഥലമുണ്ട്. ഷോപ്പൊക്കെ കൂടി പറഞ്ഞാണ് അത് തുടങ്ങി. നമ്മളെ ഈ നിലയിലാക്കിയത് അല്ലേ? അപ്പൊ മെട്രോ, കൃഷി വകുപ്പ്, പരാതിക്കാർ എന്നിവരുടെ യോഗം വിളിച്ച് കളക്ടർ തുടർന്ന് സ്വീകരിക്കും.